ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഫെബ്രുവരി 19 മുതൽ 25 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിനൊരു പ്രത്യേകതയുണ്ട്. 24 വന്നിട്ട് ഫുൾ മൂൺ ആണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് വന്നിട്ട് ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് കൊണ്ടുവരേണ്ട ഒരു ടൈമാണ്. അതായത് നമ്മൾ കൂടുതൽ മുന്നോട്ട് വരണ സമയത്ത് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് ഇലൂമിനേറ്റ് ആയിട്ട് സത്യങ്ങൾ കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങളെടുത്ത ആക്ഷൻസ്, നിങ്ങളുടെ ഡിസിഷൻസ് ഒക്കെ അവിടെയൊക്കെ കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട്, ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ടാസ്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഫിനിഷ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡാണ്. എന്നാൽ മാത്രമാണ് ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ നന്നായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെസസറി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. നിങ്ങളുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷനിലോട്ടുള്ള പാത്ത് നിങ്ങളെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 24 ഫുൾ മൂൺ വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസിന് വേണ്ടിയിട്ടുള്ള കാർഡ്സ് എടുക്കാം. താങ്ക് യു. എല്ലാവരും വാലന്റൈൻസ് ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് ഫുൾ മൂൺ ഇൻ സ്കോർപിയോ, ബ്രീത്ത് ത്രൂ ദ ടെൻഷൻ. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപിയോ, റിലീസ് ദ ബ്ലോക്സ്. തേർഡ് വന്നിട്ട് ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ, ടേക്ക് എ റിയാലിറ്റി ചെക്ക്. ഇവിടെ 2 ഫുൾ മൂൺ വന്നിട്ടുണ്ട്. ബാക്കിൽ വന്നിട്ട് ന്യൂ മൂൺ ഇൻ അക്വേറിയസ് ആണ് വന്നേക്കുന്നത്. ഓപ്പൺ അപ്പ് ടു ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത്. ഇത് വന്നിട്ട് കളക്റ്റീവായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ടെക്നോളജി, പുതിയ കാര്യങ്ങൾ അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 3 ഓപ്ഷൻസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഫുൾ മൂൺ ഇൻ സ്കോർപിയോ ആണ്, ബ്രീത്ത് ത്രൂ ദ ടെൻഷൻ. ഈ ഒരു വീക്കിൽ വന്നിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് ഒത്തിരി എനർജി നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചാനൽ ചെയ്തില്ലെങ്കിൽ, കറക്റ്റായിട്ട് പുറത്തോട്ട് എടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ്, എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. ഇപ്പോൾ ഓവറായിട്ടുള്ള ഒരു ഇമോഷണൽ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടാത്തത് എന്താണ് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ കുറേ കൂടെ നിങ്ങളുടെ പാത്തിൽ നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് അതിൽ ഫോക്കസ് ചെയ്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വന്നിട്ട് ഡിവൈൻ ഫെമിനിൻ എനർജി, ശക്തി, അതായത് പാർവതി, കാളി, ആ ഒരു ഡിവൈൻ ഫോംസിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ക്രിയേറ്റീവ് എനർജി ഒന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് ചാനൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നോക്കാം. 24 ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24 ഫുൾ മൂൺ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിച്വൽസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ടൈം, ഈ ഒരു വീക്ക് വന്നിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ടൈമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ഏരീസ്, സ്റ്റെപ്പ് ഇൻ ടു യുവർ പവർ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വീക്കിൻ്റെ എൻഡോടുകൂടി നിങ്ങളുടെ പവർ തിരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അത് മെയിനായിട്ട് നിങ്ങളുടെ ജേർണി അല്ലെങ്കിൽ യൂണിവേഴ്സിനെ കുറേ കൂടെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ
ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ എളുപ്പമാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ആക്ഷൻസൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ കുറേ കൂടെ റെഡിയാകുന്നതായിട്ട് ഈ ഒരു ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. പൈൽ നമ്പർ 1. താങ്ക് യു. താങ്ക് യു. പൈൽ നമ്പർ 1. സ്ട്രെങ്ത്. ഫസ്റ്റ് തന്നെ സ്ട്രെങ്ത് ആണ് വന്നേക്കുന്നത്. 9 of Wands. ഓക്കെ, ഇവിടെ വന്നിട്ട് 6 of Swords ആൻഡ് 5 of Swordsൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഓക്കെ, 2 of Pentacles, Knight of Wands, Page of Cups, Strength. എഗെയിൻ ഇവിടെ പവറിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പവർ, നിങ്ങളുടെ ശക്തി നിങ്ങളോട് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് 5 of Cupsൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്ക് മെയിൻ ഒരു തീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെ തൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തനിക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം, ആ ഒരു എനർജിയിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിൽ കണ്ടോ 5 of Wandsൻ്റെ എനർജി. ഒത്തിരി ടെൻഷൻസ് ഉണ്ടാകാം, ഒത്തിരി കോമ്പറ്റീഷൻസ് ഉണ്ടാകാം, ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാകാം, അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അവിടെയെല്ലാം എങ്ങനെ ഒരു ഹീലിംഗ് കൊണ്ടുവരാം, എങ്ങനെ തൻ്റെ എനർജിയിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അതായിരിക്കാം കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് മെയിൻ ഒരു ഫോക്കസിലോട്ട് വരുന്നത്. ഈ ഒരു വീക്ക് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറേയൊക്കെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ കുറേ കൂടെ നിങ്ങളുടെ എനർജി കുറച്ചും കൂടെ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ആ ഒരു കാര്യം നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓവറായിട്ട് നിങ്ങൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ട്, അബണ്ടൻസ് എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പവർ ഉണ്ട്, ഒത്തിരി ക്രിയേറ്റീവ് എനർജി ഉണ്ട്. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ എന്താ പറയുക, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ ന്യൂസ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് റിസീവ് ആകുന്നുണ്ടാകാം. അതും കുറച്ചും കൂടെ നിങ്ങളോട് എന്താ പറയുക കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് എക്സ്റ്റേണലായിട്ട് വേൾഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം. ചിലപ്പോൾ സോഷ്യൽ മീഡിയ, ചിലപ്പോൾ ന്യൂസിൽ നിങ്ങൾ കേൾക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്നിട്ട് മാറി നിൽക്കാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് വോൺസും 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വോൺസ് വന്നിട്ട് കുറച്ചും കൂടെ പാഷൻ്റെ എനർജിയാണ്, ക്രിയേറ്റിവിറ്റിയുടെ എനർജിയാണ്. ഓക്കെ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലൻസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് ബ്യൂട്ടിഫുള്ളി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഒരു ക്രിയേറ്റീവ് സ്റ്റൈലുണ്ട്, യുണീക്കായിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ആരെയും കോപ്പി ചെയ്യാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടേതായ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ആ പ്രശ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, അപ്പോൾ ആ ഒരു ഫീൽഡിൽ കുറച്ചും കൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മണി മൈൻഡ് സെറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ബാലൻസ് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നമ്മൾ മണിയെ കാണുന്ന രീതി, മണിയെ, പൈസ, ഫിനാൻസിനെയൊക്കെ നമ്മൾ സമീപിക്കുന്ന രീതി, മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന വർക്കിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എനർജി എക്സ്ചേഞ്ച് അവിടെ പൂർണ്ണമാകണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്കൊരു കംപ്ലീഷൻ ലഭിക്കത്തുള്ളൂ, നമ്മൾ ചെയ്യുന്ന വർക്കിനൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കറക്റ്റാണോ? മണി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതിലെല്ലാം കുറച്ചും കൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഷിഫ്റ്റ് എല്ലാം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് 5 ഓഫ് സോഡ്സും 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. എഗെയിൻ ആദ്യം ഞാൻ പറഞ്ഞ ഈ ഒരു സാഡ്നെസ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, മെൻ്റൽ ടെൻഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ഒരു ബിഗർ പിക്ചർ, കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലിരുന്നിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ ഗൈഡൻസ് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. പയൽ നമ്പർ 1, എന്ത് ഗൈഡൻസ് ആണ് പയൽ നമ്പർ 1-നുള്ളത്? ബി കൈൻഡ് ടു യുവർ സെൽഫ്. പിങ്ക് ഒപ്പാലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറേ കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങളെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഇല്ല, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, നടക്കുമോ, അങ്ങനത്തെയൊക്കെ ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് പോകാതിരിക്കുക. നിങ്ങളെ കുറച്ചും കൂടെ സ്വീറ്റായിട്ട്, നിങ്ങളെ കുറച്ചും കൂടെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ശത്രുവായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബെസ്റ്റാണ്, നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങൾ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ പാഷൻ, കുറച്ചും കൂടെ സ്നേഹം, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. വൺ മോർ അഡ്വൈസ് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, വ്യക്തിബന്ധങ്ങളിൽ, ഇത് ലവ് റൊമാൻസ് ആകാം. ഓക്കെ, ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. ഇവിടെ മാരേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടെങ്കിൽ, പ്രപ്പോസൽ, എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മാരേജ് ലൈഫിൽ നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണോ ഉള്ളത്, അവിടെ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് ലവ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ എത്രത്തോളം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നോ, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നോ, അത്രയും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് എനർജി കടന്നു വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത് നോക്കാം ഈ ഒരു വീക്കിൽ. സെപ്പറേഷൻ. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സെപ്പറേഷൻ പീരീഡ്, എന്തെങ്കിലുമൊക്കെ ഡിവോഴ്സ്, എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഹീലിംഗ്, കുറച്ചും കൂടെ ആ ഒരു കണക്ഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത് വന്നിട്ട് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണോ ഉള്ളതെങ്കിൽ ആ ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക്, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ എന്ത് ബ്ലെസ്സിങ് ആണോ ഉള്ളത് നോക്കാം. യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ. ഇവിടെ എഗെയിൻ സെൽഫ് ലവിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ട്, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോളാണ്, നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസ്പെക്റ്റ് നൽകാത്ത, നിങ്ങൾക്ക് സ്നേഹം നൽകാത്ത എനർജിയിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു.
File number 1. Today I will not give in. Okay. പെട്ടെന്ന് തോറ്റു കൊടുക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. Today I will not allow negative thoughts or feelings to prevent me from achieving happiness. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം അത് നശിപ്പിക്കാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല. അതിലോട്ട് എന്നെ കൊണ്ടുപോകുന്ന നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ചിന്തകൾ അതെല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഇത് കുറച്ച് പേർക്ക് വന്നിട്ട് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മണി സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് സ്റ്റേജിലായിരിക്കാം ഇരിക്കുന്നുണ്ടാകുക. അപ്പോൾ ആ സമയത്തെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ സമാധാനമായിട്ട് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് തോട്ട്സ്, ഫീലിങ്സ് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അഫർമേഷൻ താഴെ എഴുതാവുന്നതാണ്. ടുഡേ ഐ വിൽ നോട്ട് ഗിവ് ഇൻ. നിങ്ങൾക്ക് മണി, ഫിനാൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രബിളിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. Today I am mindful. Today I know deep in my heart and soul that happiness and self-worth are within me. Again, self-worthൻ്റെ എനർജി, നിങ്ങളെ സ്നേഹിക്കുന്ന എനർജി, അതാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ടുഡേ ഐ ആം മൈൻഡ്ഫുൾ. മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ മൂല്യം കളയുന്ന, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഈ ഒരു വീക്ക് നിങ്ങളുടെ കരിയറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക എല്ലാ കാര്യങ്ങളും. അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അഫർമേഷൻ എഴുതാവുന്നതാണ്. ഐ ആം മൈൻഡ്ഫുൾ. ടുഡേ ഐ ആം മൈൻഡ്ഫുൾ. അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപ്പിയോ ആണ്. റിലീസ് യുവർ ബ്ലോക്സ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് പേടിയുടെ രൂപത്തിലായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും റിസ്ക് എടുക്കാനായിട്ടുള്ള പേടിയായിരിക്കാം. അത് നിങ്ങൾ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ മറികടക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ഷെയ്ഡ് കാണാൻ സാധിക്കുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും. ഇതെന്ന് വന്നിട്ട് നമ്മളുടെ ഉള്ളിലെ ഡ്യുവാലിറ്റിയാണ്, നമ്മളുടെ വെളിച്ചവും നമ്മുടെ ഡാർക്ക് സൈഡും, ഷാഡോ സൈഡും. അത് നിങ്ങൾ കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. അത് എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് അത്രയും ഓപ്പൺ ആകാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് കുറച്ചും കൂടെ അടുപ്പമുള്ളവർ, നമുക്ക് കുറച്ചും കൂടെ വിശ്വാസമുള്ളവരുടെ അടുത്ത് നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ചെയ്യുന്നതാണ്, വൾണറബിൾ ആകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാതിരിക്കുക. ധൈര്യമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്വാദിഷ്ഠാന ചക്ര, അതായത് സെക്രൽ ചക്രയാണ് കാണുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ക്രിയേറ്റീവ് ബ്ലോക്കേജ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ പേടിയായിരിക്കാം, ഫെമിനിൻ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ ഒരു ഐഡിയയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടാകാം. അപ്പോൾ മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അതിന് ചാൻസ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല പല ഐഡിയാസിനോട്, പല പല കാര്യങ്ങളോട് പഠിക്കാനായിട്ടായിരിക്കാം ഇത്. പുതിയ അറിവുകൾ നേടാനായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് മെൻ്റൽ ഡീടോക്സും വളരെ അത്യാവശ്യമാണ്. മെൻ്റലി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കുന്നത്. ഇത് കുറച്ച് പേർക്ക് ന്യൂസിലായിരിക്കാം, TV, സോഷ്യൽ മീഡിയ, എന്തുമായിക്കോട്ടെ. നിങ്ങളെ ഓവറായിട്ട് ഇൻഫർമേഷൻ കൊണ്ടിട്ട് നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബ്രെയിൻ ഒത്തിരി ഓവർലോഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയും ഡീടോക്സ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് സ്കോർപ്പിയോ, അതായത് വൃശ്ചിക രാശിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഡീലിങ്സും ആകാം. ചിലപ്പോൾ അവരുടെ പേടി, അവരുടെ ഫിയർ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കുന്നുണ്ടാകാം. അതും കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24th ഫുൾ മൂൺ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് ഫൈനൽ പ്രിപ്പറേഷൻ സ്റ്റേജാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ വെർഗോ, അറ്റൻഡ് ടു ദ ഡീറ്റെയിൽസ്. ഓക്കെ, ഈ ഒരു വീക്ക് വന്നിട്ട് നിങ്ങൾ കുറേ കൂടെ ഡീറ്റെയിൽസിൽ ശ്രദ്ധിക്കാനായിട്ട്, കുറച്ചും കൂടെ ഡീപ്പറായിട്ട് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് റിസർച്ചിൻ്റെ എനർജിയും ആകാം. ചിലപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, PhD അങ്ങനത്തെ ഹയർ ലെവൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറേ കൂടെ ശോഭിക്കാനായിട്ട്, പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേര് വന്നിട്ട് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഒരു മുന്നോടിയായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ടാരോട്ട് കാർഡ്സ് എടുത്തിട്ട് നോക്കാം. താങ്ക് യു. Pile number 2. Pile number 2. Thank you. ഓക്കെ, മുകളിൽ നിന്ന് തന്നെ എടുക്കാം. ഇവിടെ വന്നിട്ട് 8 of Swords, Knight of Swords, ഒത്തിരി മെൻ്റൽ എനർജി, ഒത്തിരി സോഡ്സിൻ്റെ എനർജി, ഡെത്ത്, Nine of Cups, Seven of Swords, Hermit, Strength, Page of Swords. ഇവിടെ വന്നിട്ട് 8 of Wandsൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ഒത്തിരി കമ്മ്യൂണിക്കേഷൻ, ഒത്തിരി മെസ്സേജസ്, കുറച്ച് പേർക്ക് ട്രാവൽ ആയിരിക്കാം, ഒത്തിരി ദൂരം സഞ്ചരിക്കാം, കുറച്ച് പേർക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ഈ ഒരു വീക്കിൽ ഫോക്കസിൽ വരുന്നുണ്ടാകാം. ഓക്കെ, കണ്ടോ, ട്രാവൽ. കുറച്ച് പേർക്ക് ഇത് ബിസിനസ് ട്രിപ്പായിരിക്കാം, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും യാത്രകളായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഷിഫ്റ്റുമാകാം, ഒരു ചേഞ്ചുമാകാം ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഈ ഒരു വീക്കിൽ കുറേ കൂടെ നിങ്ങളുടെ ഹെൽത്തിന് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം, എന്തെങ്കിലും നിങ്ങളുടെ മാനസികമായിട്ട് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചും കൂടെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇമോഷണൽ സൈഡ്, നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾ കുറേശ്ശെ ആയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ആയിരിക്കാം. അത് തരണം ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് നിങ്ങളോട് ഈ ഒരു വീക്ക് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആൻസിസ്ട്രൽ പാറ്റേൺസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പൂർവികരിൽ നിന്നിട്ട്, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നിട്ട് പഠിച്ച കാര്യങ്ങളായിരിക്കാം, സൊസൈറ്റിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും പാറ്റേൺസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, പ്രവണത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് ഹീൽ ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഒരു സിറ്റുവേഷൻ വരണ സമയത്ത് താൻ പെട്ടെന്ന് സ്റ്റക്കായി പോകുക, ആക്ഷൻ എടുക്കാൻ പറ്റാതെ വരിക. ഓക്കെ, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഡീപ്പായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടിട്ടാണ് ഞാൻ സ്റ്റക്കായി പോകുന്നത്, എന്താണ് എൻ്റെ ഉള്ളിലുള്ള പേടി, അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആൻസിസ്ട്രൽ ഹീലിങ്ങിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ ഈ ഒരു കിങ് ഓഫ് സോഡ്സ് വന്നിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവുകൾ. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജ്ഞാനം കൂട്ടാനായിട്ട്, വിസ്ഡം കൂട്ടാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ ലൈറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം കുറച്ചും കൂടെ ഒരു എന്താ പറയുക, അതെല്ലാം കുറച്ചും കൂടെ ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എനർജിയുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് ടൈം സ്പെൻഡ് ചെയ്യുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ആൾക്കാരായിരിക്കത്തില്ല, നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയും ആക്കാം. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ സൊസൈറ്റി, നമ്മളുടെ സമൂഹം, അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റ് കൊണ്ടിട്ട്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രകാശം കൊണ്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ലൈഫിൽ ചെറിയൊരു സന്തോഷം, ചെറിയൊരു എന്താ പറയുക, പ്രകാശം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യത്തിൽ കുറച്ച് പേരോട് ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ നിങ്ങൾ ഡാർക്ക്നെസ്സിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. കുറേ കൂടെ നമുക്ക് ചുറ്റും നമ്മളുടെ വേൾഡിൽ ഒത്തിരി ലൈറ്റ്, ഒത്തിരി എന്താ പറയുക, ലൈറ്റ് വർക്കിംഗ് എനർജി നമുക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ എവിടെയാണ് തെറ്റുള്ളത്, എവിടെയാണ് എന്താ പറയുക റൈറ്റ് ഓർ റോങ്, ഇതാണ് റൈറ്റ് ഓർ റോങ്ങിൻ്റെ എനർജി, അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. എല്ലാത്തിനും ഒരു ഡുവാലിറ്റി ഉണ്ട്, രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ലൈറ്റ് എവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും, അതിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുതന്നെയാണ് ഇവിടെ സെയിം പറയുന്നത്. ഡെത്തിലും സ്ട്രെങ്ത്തിലും വന്നിട്ട് രണ്ടും മേജർ ആർക്കാനാസ് ആണ് വരുന്നത്. കുറേ കൂടെ എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിലെ വർത്ത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, മൂല്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അറിവുകളുണ്ട്, ഒത്തിരി ജ്ഞാനങ്ങളുണ്ട്, പക്ഷേ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ, റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിന് നിങ്ങളത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ജ്ഞാനം, നമ്മളുടെ അറിവുകൾ ആവശ്യമായിട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഓവർ ഗിവിങ് എനർജിയിലിരിക്കുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് മടിയില്ലാത്ത ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ തന്നെ ചിലപ്പോൾ പല സിറ്റുവേഷനിൽ കൊണ്ട് എത്തിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു വീക്കിൽ വന്നിട്ട് കുറേ കൂടെ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തി, അതുപോലെ തന്നെ ആ ഒരു കമ്പാഷൻ്റെ എനർജി, നിങ്ങളുടെ സെൽഫ് വർത്ത്, അതെല്ലാം തിരിച്ചറിയാനായിട്ട് ഈ ഒരു വീക്ക് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ, നമ്മളുടെ ലൈഫിൽ പല സിറ്റുവേഷനും ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെമ്പററി ആണ്. ടെമ്പററി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തോട്ട് നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് നമ്മൾ ലെസൺസ് പഠിച്ചിട്ട് അവിടെ ഇന്നർ സ്ട്രെങ്ത് നേടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓൾഡ് പാറ്റേൺസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ നോ പറയാതിരിക്കുക. ഓക്കെ, ചേഞ്ചസ് എപ്പോഴും നമ്മളുടെ ലൈഫിൽ പുതിയ പുതിയ അവസരങ്ങൾ കൊണ്ടുതരുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടായിരിക്കാം, നമ്മളെ കുറച്ചും കൂടെ സ്പിരിച്വലി കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളുടെ ഉള്ളിലെ ജ്ഞാനം കൂട്ടാനായിട്ടായിരിക്കാം, പല രീതിയിലായിരിക്കാം. അപ്പോൾ അതിനോടെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ എൻഡ് ആകുന്നുണ്ടാകാം. അത് എൻഡായിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നിങ്ങൾ തളർന്നു പോകാതിരിക്കുക. ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 9 ഓഫ് കപ്സിലും ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയിലും വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് നൽകുന്ന, നിങ്ങൾക്കൊരു സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ഉറച്ച തീരുമാനങ്ങൾ, എന്തെല്ലാം ഉറച്ച ഡിസിഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ കണ്ടംപ്ലേറ്റ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ചിന്തിക്കാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളെടുക്കുന്ന ഡിസിഷൻസ് നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്നതാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താ നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2ക്കുള്ള അഡ്വൈസ് എന്താ നോക്കാം. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം തട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ വേർഡ്സ്, എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെഡിറ്റേറ്റ് ചെയ്യുക, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടേതായ ഒരു
ഇന്നർ സ്പേസിലോട്ട് നിങ്ങളുടേതായ ടൈം എടുക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2യുടെ അഡ്വൈസ് എന്താണ്? ഗോ ഡീപ്പർ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എഗെയിൻ റിസർച്ചിൻ്റെ കുറച്ചും കൂടെ ഹയർ ലെവൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് ഈ ഒരു ഗോ ഡീപ്പർ വന്നിട്ട് ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിലോട്ട് ഒത്തിരി ഡീപ്പായിട്ട് എടുക്കുന്നുണ്ടാകാം. ചെറിയ ചെറിയ സിറ്റുവേഷൻസ്, ചെറിയ ചെറിയ പ്രോബ്ലംസ് നമ്മൾ ഒത്തിരി നമ്മുടെ ഹാർട്ട് സ്പേസിലോട്ട് ഒത്തിരി എടുക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചും കൂടെ പ്രസൻറ്റ് മൂമെൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്താണ് ആവശ്യമുള്ളത്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അഡ്വൈസ് എന്താണ് ഈ ഒരു വീക്കിലോട്ടുള്ള? പൈൽ നമ്പർ 2ന് ഫൈൻഡ് പ്ലേസ് വിത്തിൻ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഡാർക്ക് സൈഡ്, നിങ്ങളുടെ ലൈറ്റ് സൈഡ്, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സമയമെടുക്കുക. ഈ ഒരു വീക്ക് വന്നിട്ട് കുറച്ചും കൂടെ ബാക്കിൽ വന്നിട്ട് ഗോ വിത്ത് ദ ഫ്ലോ. ആ ഒരു ഫ്ലോ ആയിട്ട്, ആ ഒരു എന്താ പറയുക, ഒഴുക്കിനൊത്ത് മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ട്. റിലേഷൻഷിപ്പ് ഗൈഡൻസ്. ചിൽഡ്രൻ, യുവർ ലവ് ലൈഫ് ഈസ് ബീയിങ് എഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. ഈ ഒരു വീക്ക് നിങ്ങളുടെ കുട്ടികൾ, ഓക്കെ, അവരുടെ എനർജി കുറച്ചും കൂടെ ഫോക്കസിൽ വരുന്നുണ്ടാകാം. അപ്പോൾ അവരിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട്, അവരുടെ കാര്യങ്ങൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കാനായിട്ട്, ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് കുട്ടികളുടെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ സെക്രൽ ചക്ര ഹീലിംഗ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടും ടൈം എടുക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ചെറിയ കുട്ടികൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നതും ഒത്തിരി നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് നൽകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള കാർഡ് വീണുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ടൈമിൽ എന്ത് ബ്ലെസ്സിങ് ആണ് പൈൽ 2 സെലക്ട് ചെയ്തവർക്ക് ഈ ഒരു ടൈം പീരീഡിൽ വരാൻ പോകുന്നത്? ഓക്കെ, ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്, അലൗ ദ സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓവറായിട്ട് സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അവിടെ കുറേ കൂടെ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ്. കുറച്ചും കൂടെ നാച്ചുറലി, കുറച്ചും കൂടെ ഓർഗാനിക്കലി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി ഫോഴ്സ് കൊടുക്കാതെ, ഒത്തിരി നമ്മൾ ചില കാര്യങ്ങളുണ്ട് നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്നത്, അത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് നാച്ചുറലായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീക്കിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കുട്ടികളുടെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾ ഈ ഒരു വീക്ക് ഫോക്കസിൽ വരുന്നതാണ്. അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും കുറേ കൂടെ ഒരു ഹീലിംഗ് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഓവറായിട്ട് കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടാകാം. അത് കുറേ കൂടെ ഒരു ബാലൻസിലോട്ട് ഈ ഒരു വീക്കിലോട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് അല്ലെങ്കിൽ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. റിലീജിയസ് ഫാക്ടേഴ്സ്, യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത്. ഇവിടെ വന്നിട്ട് റിലീജിയസ് ഫാക്ടേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് കുറച്ചും കൂടെ സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്.
പ്രാർത്ഥിക്കുക, പ്രയേഴ്സ്, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ഈ ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ആൻസിസ്ട്രൽ പാറ്റേൺസ്, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, സമൂഹത്തെ പേടിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പാറ്റേൺസിൽ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ഹാപ്പിനെസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. പൈൽ നമ്പർ 2. Today I am in charge. Today I am in control of how I feel. Nobody can make me feel any other way than happy. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കൺട്രോള് വീണ്ടെടുക്കുന്ന ഒരു എനർജിയാണ്. ഇത് വന്നിട്ട് നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ചാർജ്, അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങളോട് ഏറ്റെടുക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർജ്, ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം ഈ ഒരു വീക്ക്, നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് അഫർമേഷൻ എന്താണെന്ന് നോക്കാം. Today I am receptive. Today I will let go of the past. I will live in the present and I am looking forward to the bright future. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒത്തിരി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട്, ഒത്തിരി പ്രൊജക്ട്സ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്, കരിയറിൽ ഒത്തിരി നിങ്ങൾക്ക് ശോഭിക്കാനായിട്ട് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക. ഇപ്പോൾ എന്താണ് എൻ്റെ കരിയറിൽ ആവശ്യമുള്ളത്, ഇപ്പോൾ എന്താണ് ഞാൻ ആക്ഷൻ എടുക്കേണ്ടത്, അതിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ്, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലി ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ക്രൗഡ് ഫണ്ടിങ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കത് പ്രായമായ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടു ഡു ലിസ്റ്റ്, എനിക്ക് ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്, ചെയ്ത് തീർക്കാനായിട്ട് ഒരു ബ്ലെസ്സിങ്ങും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ്. ടേക്ക് എ റിയാലിറ്റി ചെക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ സത്യാവസ്ഥ, ട്രൂത്ത്, അത് നിങ്ങളോട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാനായിട്ടാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അൺനെസസറി ആയിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വറി ചെയ്യുന്നുണ്ടാകാം, വിഷമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമോ? ശരിക്കും ആ ഒരു വറിയുടെ, ആ ഒരു വിഷമത്തിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ കുറച്ച് പേർക്ക് റിയാലിറ്റി ചെക്ക് നടത്തേണ്ട ആവശ്യമുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ടാകാം. അപ്പോൾ ഇല്യൂഷനിൽ നിന്ന് മാറുക, സത്യാവസ്ഥ, ട്രൂത്ത്, അതുമായിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ ഒരു വീക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ സത്യാവസ്ഥ, നിങ്ങളുടെ ട്രൂത്ത് നിങ്ങൾ ഫേസ് ചെയ്യുക. ആ സമയത്ത് ചിലപ്പോൾ ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ദേഷ്യം, എന്തെങ്കിലുമൊക്കെ ആങ്കർ ഇഷ്യൂസ്, അങ്ങനത്തെ എനർജീസൊക്കെ വരുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടിയിട്ട്, മാനിഫെസ്റ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ റോഡ് ബ്ലോക്ക്സ്, എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫേവറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ഇടേണ്ട സിറ്റുവേഷൻ ഈ ഒരു വീക്ക് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ എഫേർട്ട് ഇടാനായിട്ട് നിങ്ങൾ മടിക്കാതിരിക്കുക, നിങ്ങളുടെ ലൈഫിലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഗൈഡൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ്? ഓക്കെ, നിങ്ങൾ ഇൻ കേസ് സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ്, അവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും ഈ ഒരു വീക്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് മെസ്സേജ് നോക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24th ഫുൾ മൂൺ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൈൽ നമ്പർ 3. ഇവിടെ വന്നിട്ട് ന്യൂ മൂൺ ഇൻ സ്കോർപിയോ ആണ്. ഗോ ഡീപ്പർ. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എന്തെങ്കിലും ഒരു ന്യൂ സൈക്കിൾ ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഗോ ഡീപ്പർ വന്നിട്ട് കുറച്ച് ആഴത്തിലുള്ള എനർജിയാണ്, ആഴത്തിലുള്ള മെസ്സേജാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രൂത്ത്, എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ, റിയാലിറ്റി എന്താണ് എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ്റെ സത്യാവസ്ഥ എന്താണ്, അത് കണ്ടുപിടിക്കാനായിട്ട്, അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേര് സമയമെടുക്കുന്നുണ്ടാകാം. അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് കേൾക്കുന്നുണ്ടാകാം, കുട്ടികൾ ഇവിടെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇൻ കേസ് കുറച്ച് പേർക്ക് ഇത് ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, മണി, ഫിനാൻസ്, കരിയർ, അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കുറച്ച് പേര് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട്, പുതിയ ലാംഗ്വേജ് പഠിക്കാനായിട്ടായിരിക്കാം, പുതിയ ടെക്നോളജി പഠിക്കാനായിട്ടായിരിക്കാം, ഫിനാൻസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3. ഈ ഒരു വീക്ക് എങ്ങനെയായിരിക്കും പൈൽ നമ്പർ 3-ന്? താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഈ ഒരു കാർഡ്, വാവ്, ഇവിടെ വന്നിട്ട് 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ്, കപ്സിൻ്റെ എനർജി. എംപറർ, ഇവിടെ വന്നിട്ട് 9 ഓഫ് വോൺസിൻ്റെ എനർജി. Hanged Man, Judgment, 9 of Swords and 7 of Wands. ഇവിടെ നിങ്ങളോട് ഈ ഒരു വീക്ക് ഇവിടെ വന്നിട്ട് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഇവിടെ തന്നെ പറഞ്ഞ എനർജി തന്നെയാണ്. അതിൻ്റെ സത്യാവസ്ഥ, അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മുന്നോട്ട് ഒരു ന്യൂ സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ എനർജി, ഹാപ്പിനെസ്സിൻ്റെ എനർജി നിലനിർത്താനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കാനായിട്ട്, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ ഒരു വീക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ എഗെയിൻ നിങ്ങളോട് ആ ഒരു ഫ്ലോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ജഡ്ജ്മെൻറ്റും വന്നിട്ട് നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, സിറ്റുവേഷനെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വ്യക്തികളുടെ എനർജി ആയിരിക്കാം. അപ്പോൾ ഡിവൈൻ ഹീലിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ട് ഹീലിംഗ് എനർജി നിങ്ങളുടെ മുന്നിലോട്ട് നീട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയിൽ ഈ ഒരു വീക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പെരുമാറി, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ജഡ്ജ് ചെയ്യുക, അങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തികളോട് കുറച്ചും കൂടെ ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഇത് വന്നിട്ട് ആ വ്യക്തി ചെയ്ത കാര്യം ജസ്റ്റിഫൈ ചെയ്യുകയല്ല, പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ടാണ് ആ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹീലിങ്ങിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഒന്നിനെയും എതിർക്കാതിരിക്കുക, ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകുക. ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ വരുന്ന ഇമോഷൻസ് ആയിരിക്കാം. ഓക്കെ, പല സത്യങ്ങളുമായിരിക്കാം. അത് നിങ്ങൾ ഓവറായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, അതിനെ എന്താ പറയുക, എതിർക്കാതിരിക്കുക. സത്യമായിട്ട് മുന്നോട്ട് വരട്ടെ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ വന്നിട്ട് കുറച്ച് പേര് ഒത്തിരി സെൻസിറ്റീവായിട്ടിരിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഇതിൽ കാണുന്നവരിൽ ഹീലേഴ്സ് ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് വർക്ക് കൊണ്ടിട്ട്, നിങ്ങളുടെ വേർഡ്സ് കൊണ്ടിട്ട്, നിങ്ങളുടെ കമ്പാഷൻ കൊണ്ടിട്ട് ചിലപ്പോൾ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലൈറ്റ് കൊണ്ടിട്ട് ഒത്തിരി പേരുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു വർക്ക്, ആ ഒരു ഹീലിംഗ് വർക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു വീക്കും ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എനർജിയിൽ വന്നിട്ട് എംപറർ ആൻഡ് 9 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ട് ഇത് എഗെയിൻ വന്നിട്ട് നിങ്ങളുടെ വിഷമങ്ങളാണ്, എന്തെങ്കിലുമൊക്കെ റിലീസ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ആ എനർജീസ് ഇവിടെ റിലീസ് ചെയ്തിട്ട് കുറച്ചും കൂടെ കോൺഫിഡൻസ് നേടാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ സൈക്കിളിനും ഒരു എൻഡിങ് ഉണ്ട്. ആ എൻഡിങ്ങിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം എൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഇവിടെ നമുക്ക് ഒത്തിരി റെസിസ്റ്റൻസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ റിലീസ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ മൈൻഡിന് ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കും, എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് കുറച്ചൊരു കണ്ടംപ്ലേഷൻ നടത്തുക, ചിന്തിക്കുക, അതെല്ലാം നിങ്ങൾ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. പായൽ നമ്പർ 3യുടെ അഡ്വൈസ് എന്താണ്? താങ്ക് യു. പായൽ നമ്പർ 3യുടെ അഡ്വൈസ് എന്താണ് ഈ ഒരു വീക്കിലോട്ടുള്ള? പ്രാക്ടീസ് പേഷ്യൻസ്, ലുമേറിയൻ കോഡ്സ് ആണ് വന്നേക്കുന്നത്. ഈ ഒരു വീക്ക് പേഷ്യൻസോടുകൂടി സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഈ ഒരു വീക്കിൽ എല്ലാ കാര്യങ്ങളും ഒത്തിരി സ്പീഡിൽ നടക്കുന്നതായിട്ട്, ഫാസ്റ്റിൽ നടക്കുന്നതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ടാകാം. ഒത്തിരി ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട്, ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ മടിക്കാതിരിക്കുക. ഓക്കെ, ചിന്തിച്ചിട്ട് ഡിസിഷൻസ് എടുക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ആസ്വദിക്കാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. സമയമെടുത്ത് ആസ്വദിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് കുറേ കൂടെ നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടുന്നതാണ് ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് അഡ്വൈസ് എന്താണ് പായൽ നമ്പർ 2ന് വേണ്ടിയിട്ട്? ആരോഗനൈറ്റ്, റിലീസ് യുവർ ഇമോഷണൽ ബാഗേജ്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പാസ്റ്റിലെ ബാഗേജസ്, പാസ്റ്റിലെ എനർജീസ് ഇവിടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ടാണ് പറയുന്നത്. എഗെയിൻ കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഫോർഗീവ്നെസ്സിൻ്റെ എനർജി ആയിരിക്കാം, ക്ഷമിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ മടി, ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ നിങ്ങൾ എഫേർട്ട് എടുക്കാനായിട്ട്, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഹാർഡ് വർക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്
മെസ്സേജസ് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താ നോക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. താങ്ക് യു. ഫയൽ നമ്പർ 3യുടെ അഡ്വൈസ് എന്താണ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്? അൺറിക്വറ്റഡ് ലവ്. There is not enough attraction or chemistry to keep this relationship going. ഓക്കെ, എഗെയിൻ കുറച്ച് പേർക്ക് പേഷ്യൻസ് ഈ ഒരു വീക്കിൽ ആവശ്യം വരുന്നുണ്ടാകാം. അൺറിക്വറ്റഡ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കാത്ത സ്നേഹമാണ്, നഷ്ടപ്പെട്ടു പോയ സ്നേഹമാണ്. ഓക്കെ, ചിലപ്പോൾ കുറച്ച് പേരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. എന്തെങ്കിലും ഒരു ചെറിയൊരു അട്രാക്ഷൻ്റെ കുറവ്, എന്തെങ്കിലുമൊക്കെ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. കുറച്ച് പേരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് റിസീവ് ആകുന്നില്ല, നിങ്ങൾക്ക് എന്താ പറയുക അവിടെ നിന്നിട്ട് പ്രത്യേകിച്ചും ഗ്രോത്ത് ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണോ, അതിനെക്കുറിച്ചിട്ട് കുറച്ച് പേരോട് ചിന്തിക്കാനായിട്ടും പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് എന്താ നോക്കാം ഈ ഒരു വീക്കിലോട്ട്, നിങ്ങളുടെ എല്ലാ റൊമാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഫിനാൻസസ് ആൻഡ് കരിയർ. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പൈസ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് നിങ്ങളുടെ ലവ് ലൈഫിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ്, കുറച്ച് പേർക്ക് എന്തെങ്കിലും കരിയറിൽ മാറ്റമായിരിക്കാം, പുതിയ കരിയർ ചേഞ്ച് ആയിരിക്കാം, ജോലിയിൽ നിന്നിട്ട് കൂടുതൽ നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. പ്രത്യാശയോടുകൂടി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നോക്കിക്കാണാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അതുപോലെ തന്നെ കരിയറിൽ ഒരു ഹീലിംഗ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താ നോക്കാം, എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത് നോക്കാം. പാഷൻ. അലൗ യുവർ ഹേർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. ഇവിടെ ഈ ഒരു വീക്ക് ഒത്തിരി പാഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹം. ഓക്കെ, കുറച്ച് പേരോട് ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഒരു സമയം ഉണ്ടാകും, ഒരു ഓർഡർ ഉണ്ടാകും. ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് കുറച്ച് പേരോട് വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ഓക്കെ കുറച്ച് പേര് എന്താ പറയുക ശ്രമിക്കുന്നുണ്ടാകാം. അങ്ങനെ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാനായിട്ടും ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. പരസ്പരം ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. താങ്ക് യു. ടുഡേ ഐ വിൽ പെർസീവിയർ. ടുഡേ നത്തിങ് വിൽ വറി മീ. ഓൾ മൈ പ്രോബ്ലംസ് വിൽ പാസ് ഇൻ ടൈം. ഓക്കെ, ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക കുറച്ചും കൂടെ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. പെർസീവിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് മടി കൂടാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ് പറയുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ഓഫർ, ന്യൂ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവസരം വരുന്നുണ്ടാകാം. അപ്പോൾ വിഷമിക്കാതെ എന്നെക്കൊണ്ട് പറ്റുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ, അങ്ങനെ വിഷമിക്കാതെ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കുക. നെക്സ്റ്റ് നോക്കാം. ഫയൽ നമ്പർ 3. ഓക്കെ, ഇവിടെ വന്നിട്ട് ടുഡേ ഐ ആം പവർഫുൾ. ഓക്കെ, ടുഡേ ഐ നോ ദാറ്റ് ഐ ഹാവ് ദ പവർ ആൻഡ് വിസ്ഡം ടു അക്കംപ്ലിഷ് എവറിത്തിങ് ഐ ചൂസ് ടു ഡു. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വിസ്ഡമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള അറിവാണ്, ജ്ഞാനമാണ്. കുറച്ച് പേർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ആണ്.
അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് നിങ്ങളുടെ കരിയറിൽ ശോഭിക്കാനായിട്ട്, ഒത്തിരി അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 അഫർമേഷനിലും നിങ്ങൾക്ക് ഏതാണോ റെസൊനേറ്റ് ചെയ്യുന്നത് അത് താഴെ എഴുതാവുന്നതാണ്. ടുഡേ ഐ വിൽ പെർസീവിയർ, അല്ലെങ്കിൽ ടുഡേ ഐ ആം പവർഫുൾ. ഓക്കെ, ഞാൻ പവർഫുൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഉള്ളിൽ ഒത്തിരി കഴിവുകളുണ്ട്, പൊട്ടൻഷ്യലുണ്ട്. അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വീക്കിൽ. ഓക്കെ, ആ ഒരു മെസ്സേജാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.